എല്ലാവർക്കും നമസ്കാരം. ഈ ഗ്രൂപ്പിൽ ഉള്ള എൻ്റെ ഒരു ശിഷ്യ വളരെ മിടുക്കത്തിയും സമർത്ഥയാണ്, ഭക്തിയൊക്കെ ഉള്ള എൻ്റെ ഒരു ശിഷ്യ ഒരു സംശയം ചോദിക്കുന്നുണ്ടായി. ഈ ഹോമവും യജ്ഞവും യാഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? നമ്മൾ കുറേ കേട്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മുടെ പല ആൾക്കാരും അറിയാത്തത്, ആർക്കും അറിയില്ല, എന്തൊക്കെയാണ് എല്ലാവരും പോകേണ്ടത്, എന്താണുള്ള വ്യത്യാസം, എന്താ അതിൻ്റെ ഗുണമൊന്നും അറിയില്ല. അപ്പോൾ ഈ യാഗം, യജ്ഞം, ഹോമം, ഈ മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ നമ്മൾ സത്രങ്ങളുണ്ട്, പിന്നെ പാരായണങ്ങളുണ്ട്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ധന്വന്തരി ഹോമമുണ്ട്, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, പിന്നെ നവാഹയജ്ഞം, സപ്താഹയജ്ഞം, ജപയജ്ഞം, പിന്നെ ആദിരാത്രം, സോമയാഗം, ഇങ്ങനെ അനവധി യാഗങ്ങൾ. പിന്നെ ഈ ഭക്തിപ്രസ്ഥാനത്തോടു കൂടിയതാണ് ഈ പാരായണങ്ങൾ, രാമായണ പാരായണം, ഭാഗവത പാരായണം, അതുപോലെ ഭഗവത്ഗീത യജ്ഞം, ഇങ്ങനെ അനവധി കാര്യങ്ങൾ. ഇതെന്താ കാതലായ അംശം? അപ്പോൾ എൻ്റെ ഗുണം എന്താ? ഇതിന് ഒറ്റ വാക്ക് നമ്മളെ ഗുരുനാഥന്മാർ പറഞ്ഞ ഒരു ശ്ലോകമുണ്ട്. ദീപത്തിൽ നിന്നാണ് ഇതൊക്കെ വരിക, അഗ്നിയാധിഷ്ഠിതമാണ്. ദീപാത് ശതഗുണം ഹോമം, ഹോമാത് ശതഗുണം യാഗം എന്ന് പറയും. ഒരു ദീപത്തിനേക്കാൾ 100 ഇരട്ടി ഗുണമാണ് ഹോമത്തിന്, ഹോമത്തിനേക്കാൾ 100 ഇരട്ടി ഗുണമാണ് യാഗത്തിന്. അപ്പോൾ ഇത് പറയുന്നത് ഈ ഹോമത്തിൽ നിന്ന് തുടങ്ങും, ഹോമത്തിൽ നിന്നാണ് ബാക്കി തുടങ്ങുന്നത്. ഈ ഹോമം എന്ന് പറയുന്നാൽ ഹവനം എന്ന് പറയും, അതായത് അഗ്നിമുഖമായിരുന്നു ചെയ്യുന്ന കർമ്മങ്ങൾ. ആ ഹവനം 2 വിധത്തിൽ, 2 സ്കൂൾ ഓഫ് തോട്ട്സ് പറയാം. ഒന്ന് അഗ്നിമുഖം താന്ത്രികം, അഗ്നിമുഖം വൈദികം. താന്ത്രികമായി ചെയ്യുന്ന ഒരു അഗ്നിമുഖമായ ഹോമം, അതിൽ ദേവമന്ത്രങ്ങൾ, ദേവനെക്കുറിച്ചുള്ള മന്ത്രങ്ങളാണ് ഉപയോഗിക്കുക. അഗ്നിമുഖം വൈദികം, ഇവിടെ വേദമന്ത്രങ്ങളെ കൊണ്ടാണ് ചെയ്യുക ഹോമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്നികുണ്ഡത്തിലേക്ക് അഗ്നിയെ ജ്വലിപ്പിച്ച് അതിൽ ഹവിസ്, നെയ്യ് ഇതൊക്കെ അർപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ 2 വിധമുണ്ട്. ഇതിൽ താന്ത്രികമായി ദേവമന്ത്രങ്ങളെ കൊണ്ട് ചെയ്യുന്നതിന് ഹോമം എന്നും, വൈദികമായ അഗ്നിമുഖത്തിന് വേദമന്ത്രങ്ങളെ കൊണ്ട് ചെയ്യുന്നത് യാഗം എന്നുമാണ് സാധാരണ വിവക്ഷിക്കാറ്. ഇത് 2 ആചാര്യ. താന്ത്രികമായ കർമ്മത്തിലെ പരാശര മഹർഷിയുടെ കൽപ്പസൂത്രത്തിൽ, പരശുരാമ കൽപ്പസൂത്രം, പരാശരനല്ല, പരശുരാമ മഹർഷിയുടെ കൽപ്പസൂത്രത്തിൽ പറയുന്ന ഒരു ചിട്ടയാണ് ഈ അഗ്നിമുഖം താന്ത്രികം, അതാണ് ഹോമം. നേരെ മറിച്ച് ആപസ്തംഭ ഋഷിയുടെ ആണ് ഈ വൈദികമായിട്ടുണ്ടാകുന്ന ഒരു കർമ്മങ്ങൾ. ആ ആപസ്തംഭ ഋഷി പറഞ്ഞ അതിലുണ്ടാകുന്ന അത് നമ്മുടെ ശൊൽഭസൂത്രം, അങ്ങനെയുള്ള വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ആചാര്യൻ്റെ പിന്തുടർച്ച അവകാശികളായ ഒരു കൂട്ടം ഋഷീശ്വരന്മാർ ചെയ്യുന്ന കർമ്മമാണ് വൈദികം, അതായത് അഗ്നിമുഖം വൈദികം. ഇതിനെയാണ് ഹോമം, യാഗം എന്ന് പറയും. ഒന്ന് ഹോമം, ഒന്ന് യാഗം. ഒന്ന് പരശുരാമ സൂക്തത്തിൽ പറയുന്നതും മറ്റ് ആപസ്തംഭ ഗോത്രത്തിൽ ആപസ്തംഭ ഋഷി പറഞ്ഞ ചിട്ടയോടുകൂടി ചെയ്യുന്നതിനെ താന്ത്രികമായതിനെ ഹോമം എന്നും വൈദികമായതിനെ യാഗം എന്ന് പറയും. ഇനി ഇതിനെ വിശദമായി നമ്മൾ എന്താണ് അതിൽ യഥാർത്ഥത്തിൽ എൻ്റെ ഗുണങ്ങളെക്കുറിച്ച് വിശദമായ കാര്യങ്ങൾ ഞാൻ അടുത്ത 2 എപ്പിസോഡുകളായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. ഇത് ആ ഇൻട്രൊഡക്ഷൻ എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. ആ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമായിട്ട്, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. വളരെ സന്തോഷം ഉണ്ടെങ്കിൽ ചോദ്യം ചോദിക്കുന്നത്, അതിന് മറുപടി വരാൻ കഴിയുന്നതും നമുക്കൊരു സന്തോഷമാണ്. എല്ലാവർക്കും നമസ്കാരം. ഓം ധന്വന്തരേ നമഃ.